ചലച്ചിത്ര താരം വിജയുടെ റാലിയിൽ വലിയ രീതിയിലുള്ള മരണം ഉണ്ടായി. അതിനെതിരെ കേസുണ്ടായി. അങ്ങനെ അങ്ങനെ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ചില ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ടിവിക്ക് തുടക്കം മുതൽ തന്നെ ആരോപിച്ചിരുന്നു ഈ അപകടത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, കൃത്യമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം. അവർ പ്രധാനമായി ആരോപണം ഉന്നയിച്ചത് ആർക്കെതിരെയായിരുന്നു? DMK-ക്കെതിരെയായിരുന്നു. DMK-യും അതോടൊപ്പം തന്നെ DMK ഈ സ്ഥലം വന്ന് DMK-യുടെ പ്രധാനപ്പെട്ട നേതാവായ സെന്തിൽ ബാലാജിയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. ആ സെന്തിൽ ബാലാജിയുടെ ശക്തി കേന്ദ്രത്തിൽ നടന്ന ആ റാലിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാവർക്കും, TVKക്ക് മാത്രമല്ല തമിഴ്നാട്ടിലെ സാധാരണക്കാരായ പല ജനങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു ഇതിന് പിന്നിൽ അട്ടിമറി ഉണ്ടോ എന്ന്. അതിനിടയിലാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അത് ഇത്തരത്തിലാണ്. വിജയ് സംസാരിക്കുമ്പോൾ വിജയെ ചെരുപ്പെടുത്തെറിയുകയാണ് ആ യോഗത്തിനിടയിൽ നിന്ന്, ആ ജനക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും ഒരു യുവാവ്. ആ യുവാവ് ആരാണെന്ന് ഇപ്പോൾ കൃത്യമായി വിവരം ലഭിച്ചിട്ടില്ല. അത് കണ്ടുപിടിക്കേണ്ട ചുമതല സർക്കാരിനാണ്. വിജയെ ഇത്തരത്തിൽ ചെരുപ്പെറിയുക, അതോടൊപ്പം തന്നെ അതിനിടയിൽ ലാത്തിചാർജ് ഉണ്ടായി തുടങ്ങിയ പരാമർശങ്ങൾ TVK പലതവണ ആവർത്തിച്ചെങ്കിലും ഇപ്പോൾ ആ ദൃശ്യം പുറത്തു വന്നത് ഇതിന് പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അതിങ്ങനെയാണ് ആ പത്രവാർത്ത വന്നിരിക്കുന്നത്. കരൂർ ദുരന്തത്തിന്റെ നിർണായക ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. TVK റാലി നടക്കുന്നതിനിടയിലാണ് നടനും പാർട്ടി അധ്യക്ഷനുമായി വിജയ് സംസാരിക്കുന്നതിനിടയിൽ ഒരു യുവാവ് ചെരുപ്പറിയുകയാണ്. അത് ചെരുപ്പറിയുന്ന സമയവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മന്ത്രി സെന്തിൽ ബാലാജിയെ കുറിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു ഒരു യുവാവ് പിന്നിൽ നിന്നും വിജയുടെ നേരെ ചെരുപ്പറിയുന്ന ദൃശ്യങ്ങൾ. വിജയുടെ തലയ്ക്ക് സമീപത്തു കൂടി പോയ ചെരുപ്പ് ഒപ്പമുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ തട്ടിമാറ്റുകയായിരുന്നു. സെന്തിൽ ബാലാജിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഒരു അഴിമതി വീരനാണ്. അദ്ദേഹത്തിനെതിരെ BJP-യുടെ മുൻ അധ്യക്ഷനായ അണ്ണാമലൈ ചില വിവരങ്ങൾ പുറത്തുവിടുകയും പിന്നീട് ആ പശ്ചാത്തലത്തിൽ ഇദ്ദേഹം ജയിലിൽ പോകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. അന്ന് തന്നെ നമുക്കറിയാം അദ്ദേഹം മന്ത്രിസ്ഥാനം പോലും രാജിവെക്കാൻ തയ്യാറല്ല. അത്രത്തോളം ശക്തിയുള്ള ഒരു മനുഷ്യനാണ് ഈ സെന്തിൽ ബാലാജി. അവസാനം കോടതിയുടെ ഇടപെടൽ ഉണ്ടായി, അദ്ദേഹം രാജിവെച്ചു. പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയത് വീണ്ടും മന്ത്രിയായിരിക്കുകയാണ്. അത്രത്തോളം സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ പ്രദേശത്തിലേക്ക് വിജയ് കടന്നു വരുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അദ്ദേഹത്തിന് അത്രയും സ്വാധീനമുണ്ട്, ആ മേഖലയിൽ അത്രയും സ്വാധീനമുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഈ സെന്തിൽ ബാലാജി. അതോടൊപ്പം തന്നെ ഈ വിഷയം ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ അപകടം ആസൂത്രിതമാണെന്ന് DMK നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇപ്പോൾ ഇത്തരം അവരുടെ ആരോപണം ശക്തമായിരിക്കുകയാണ്. നാം കരുതിയ ഒരു ആരോപണം ഉണ്ടായി, അത് ഇത്തരത്തിൽ 39-39 പേർ മരണപ്പെട്ട പശ്ചാത്തലത്തിലായിരിക്കും ഇത്തരം ഒരു ആരോപണം. അത് വിജയുടെ തെറ്റ് മറയ്ക്കാനുള്ള ഒരു നീക്കമായിരിക്കുമെന്ന് സംശയിക്കുമ്പോഴാണ് നിർണായകമായ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, ജനക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും ഒരു യുവാവ് വിജയ്ക്ക് നേരെ ചെരുപ്പ് വലിച്ചെറിയുകയാണ്. TVK പറയുന്നത് ചെരുപ്പ് മാത്രമല്ല, പലയിടങ്ങളിലും ഈ കല്ലെറുണ്ടായിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? അത് കൃത്യമായി തന്നെ പോലീസ് പരിശോധിക്കണം. പോലീസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കേരളത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്ന പോലീസുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പിണറായിയുടെ ഒരു തോഴൻ കൂടിയാണ് സ്റ്റാലിൻ. അപ്പോൾ സ്റ്റാലിൻ ഒരു കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് വിജയും വിശ്വസിക്കുന്നില്ല, തമിഴ്നാട്ടിലെ ജനങ്ങളും വിശ്വസിക്കുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ TVK ആവശ്യപ്പെട്ടിരിക്കുന്നത് CBI പ്രത്യേക അന്വേഷണ സമിതി ദുരന്തം അന്വേഷിക്കണമെന്നാണ്. കൃത്യമാണ്, വിജയുടെ റാലിക്കിടെ ഒരു യുവാവ് ചെരുപ്പറിയുന്നു, മനഃപൂർവ്വം ഒരു തിരക്കുണ്ടാക്കുന്നു, അവിടെ പോലീസിന്റെ ലാത്തിചാർജ് ഉണ്ടായി എന്ന രീതിയിലുള്ള പല വിവരങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ആ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ CBI അന്വേഷിക്കണം, അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. തമിഴ്നാട്ടിൽ നമുക്ക് പൊതുവെ അറിയാം, DMK വീണ്ടും അധികാരത്തിൽ വരാനുള്ള വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലായിരുന്നു വിജയുടെ പാർട്ടി പ്രഖ്യാപനവും പിന്നീട് വിജയുടെ വളർച്ചയും. തുടക്കമെല്ലാം വിജയ് അധികാരത്തിലേക്ക് വരില്ല എന്ന് പലരും ചൂണ്ടിക്കാട്ടിയെങ്കിലും DMK-യുടെ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ രീതിയിൽ ജനങ്ങളുടെ ഒഴുക്കുണ്ടായി.
അത് ബി.ജെ.പിയോ അണ്ണാ ഡി.എം.കെയോ ബാധിക്കുന്നില്ല. പക്ഷേ വിജയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഡി.എം.കെയുടെ പരാജയം അതിലൂടെ ഉണ്ടാകുമെന്ന് ഡി.എം.കെ ഭയപ്പെടുകയാണ്. അല്ലാതെ വിജയ് ഇപ്പോൾ 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരില്ലെന്ന് വിജയ്ക്ക് തന്നെ അറിയാം. പക്ഷേ ഡി.എം.കെ പല മണ്ഡലങ്ങളിലും തോൽപ്പിക്കാൻ വിജയ്ക്ക് കഴിയും. ഡി.എം.കെയുടെ വോട്ട് ബാങ്കിലേക്കാണ് അദ്ദേഹം കൃത്യമായി കടന്നു കയറുന്നത്. സ്റ്റാലിൻ മാത്രമല്ല, ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനും ഉണ്ടല്ലോ. അത് ബി.ജെ.പിയുടെ ഒരു മൗനാനുവാദവുമുണ്ട്. ഇപ്പോൾ അങ്ങനെയാണല്ലോ താരതമ്യം. വിജയ്, ഉദയനിധി സ്റ്റാലിൻ തമ്മിലുള്ള ഒരു താരതമ്യം നടക്കുമ്പോൾ സ്വാഭാവികമായും ഉദയനിധി സ്റ്റാലിൻ എന്താണ് അദ്ദേഹത്തിന്റെ കഴിവ്? അച്ഛന്റെ കസേരയിലേക്ക് നടക്കുന്ന ഒരു മകൻ മാത്രമായാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ കാണുന്നത്. മറിച്ച് വിജയ് അങ്ങനെയല്ല. പരാജയങ്ങളിലൂടെ സിനിമയിലേക്ക് കടന്നു വരികയും വർഷങ്ങളായി അവിടെ അഭിനയിക്കുകയും പിന്നീട് രജനീകാന്തിനോളം കിടപിടിക്കുന്ന രീതിയിൽ ആരാധകരെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതിനുശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ താരതമ്യം ഉണ്ടാകുമ്പോൾ വലിയ തിരിച്ചടിയാണ് ഡി.എം.കെക്ക് ഉണ്ടാകുന്നത്. ഡി.എം.കെയുടെ ഇത്തരം ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് അവരുടെ വോട്ട് ബാങ്ക്. ആ വോട്ട് ബാങ്കിലേക്ക് കൃത്യമായി കടന്നു കയറാൻ വിജയ്ക്ക് കഴിഞ്ഞു എന്ന ധാരണ ഉണ്ട്. അത് തന്നെയാണ് വിജയുടെ ഓരോ സമ്മേളനങ്ങളിലും കാണുന്നത്. ഈ സമ്മേളനങ്ങളിൽ വരുന്നവർ പൂർണ്ണമായി തന്നെ ഡി.എം.കെയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വരുന്നവരാണ്, ഡി.എം.കെ പ്രവർത്തകരാണ്. ഡി.എം.കെ പ്രവർത്തകർ ആദ്യം വിജയ് പൂർണ്ണമായി തന്നെ എതിർത്തിരുന്നത് ബി.ജെ.പി ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ബി.ജെ.പി എതിർക്കുന്നതിനേക്കാൾ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നത് ഡി.എം.കെ എതിർക്കുമ്പോഴാണ്. ഡി.എം.കെയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് തന്റെ ഭാഗത്തേക്ക് ആളുകൾ വരുന്നത്. കാരണം അവിടെ വലിയ പ്രതീക്ഷയോടെയാണ് സ്റ്റാലിനെ അധികാരത്തിൽ കൊണ്ടെത്തിച്ചത് ജനങ്ങൾ. പക്ഷെ അദ്ദേഹം വലിയ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല. എല്ലാം കുടുംബാധിപത്യം. ആദ്യം സീറ്റ് നൽകുന്നു, മകന് സീറ്റ് നൽകുന്നു. മകൻ സിനിമയും കളിച്ചു നടന്നപ്പോൾ മകന് സീറ്റ് നൽകുന്നു. അതിനുശേഷം അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നു, ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാക്കി. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണ്? അപ്പോൾ അത് ഒരു കുടുംബ രാഷ്ട്രീയം. നാം കോൺഗ്രസിൽ കാണുന്നത് പോലെ തന്നെ അച്ഛൻ മന്ത്രി, മകൻ മന്ത്രി, മകളെ എം.പി, ആ രീതിയിലേക്ക് അങ്ങ് തുടർ സംഭവമാണ്. അപ്പോൾ സാധാരണക്കാർക്ക് അവിടെ ഒരു അവസരം ലഭിക്കുന്നില്ല. അപ്പോൾ അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾ പതുക്കെ ആ പാർട്ടി ഉപേക്ഷിച്ച് വിജയുടെ പാർട്ടിയിലേക്ക് പോകുന്നത്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഡി.എം.കെ ആണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാക്കിയത്, അപകടമുണ്ടാക്കിയതെന്ന് പലതവണ ടി.വി.കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നത് CBI തന്നെ അന്വേഷിക്കണം. അതിന് ചിലപ്പോൾ വിജയ് ആവശ്യപ്പെടുകയാണെങ്കിൽ, സംസ്ഥാന സർക്കാരും അതിന് അനുകൂലമായി നിലപാടെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായി CBI അന്വേഷണം വരും. അവിടുത്തെ തമിഴ്നാട്ടിലെ ബി.ജെ.പിയുടെ നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വിജയ്ക്ക് അനുകൂലമായാണ് സംസാരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ അണ്ണാമലൈ അദ്ദേഹത്തിന് പിന്തുണ നൽകി വന്നിട്ടുണ്ടല്ലോ. ഈ അപകടത്തിന് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ്. അവിടെ ജനങ്ങൾ എത്ര പേരെത്തിയാലും സുരക്ഷ ഒരുക്കേണ്ടത് പോലീസിന്റെ കർത്തവ്യമാണ്. പോലീസ് അത്തരം കർത്തവ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി, അപ്പോൾ പോലീസ് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വം സ്റ്റാലിൻ ഏറ്റെടുക്കണം, ഡി.എം.കെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് അണ്ണാമലൈ കൃത്യമായി പറഞ്ഞിരുന്നു. പിന്നീട് അമിത്ഷാ വിജയുമായി സംസാരിക്കാനുള്ള ശ്രമം നടത്തി എന്നെല്ലാം വാർത്തകൾ പുറത്തു വരുന്നു. എന്തായാലും അങ്ങനെ ഒരു നീക്കം നടക്കുകയാണെങ്കിൽ വിജയ്, അണ്ണാ ഡി.എം.കെ, ബി.ജെ.പി സഖ്യം അവിടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ഒരു മാറ്റം തമിഴ്നാട്ടിൽ ഉണ്ടാകും. സ്വാഭാവികമായി സ്റ്റാലിൻ തറ പറ്റുക തന്നെ ചെയ്യും. ഇത്തരം ഒരു നീക്കം നാം പണ്ട് ആന്ധ്രാപ്രദേശിൽ കണ്ടിട്ടുണ്ട്. അവിടെ YSR കോൺഗ്രസും സ്റ്റാലിന് സമാനമായി തന്നെ ഒരു നീക്കങ്ങൾ, അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ അഴിമതി നടത്തുക, സ്വന്തം ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സ്വജനപക്ഷപാതം നടത്തുക, ആ നീക്കങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലായിരുന്നു അന്ന് 3 പാർട്ടികൾ, TDP, ബി.ജെ.പി, പവൻ കല്യാണിന്റെ പ്രജാരാജ്യം പാർട്ടി അടക്കമുള്ളവർ മുന്നോട്ട് വരികയും വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന YSR കോൺഗ്രസിനെ പരാജയപ്പെടുത്തുകയും ചെയ്തത്. അത്തരത്തിലൊരു നീക്കം തന്നെയാണ് തമിഴ്നാട്ടിലും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഈ 3 പാർട്ടികളും മുന്നോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ വിജയ്ക്ക് അതിൻ്റെ ഒരു ആവശ്യകത കൂടിയുണ്ട്. ഇപ്പോൾ വിജയ് വലിയ രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ സംഭവത്തോടു കൂടി തന്നെ അദ്ദേഹം പിന്നോട്ടടിച്ചിരിക്കുകയാണ്. ഈ മാസത്തെ പൂർണ്ണമായി തന്നെ എല്ലാ പരിപാടികളും ടി.വിക്ക് റദ്ദാക്കിയിട്ടുണ്ട്. മറ്റേത് അദ്ദേഹം യാത്രയിലായിരുന്നു. എല്ലാ ശനിയാഴ്ചകളിലും പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ കൃത്യമായി എല്ലാ ശനിയാഴ്ചകളിലും അദ്ദേഹം ഈ റാലിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ റാലിയും വാർത്തകളാണ്.
ദേശീയ തലത്തിൽ തന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ ദേശീയ തലത്തിൽ വാർത്തയായെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകാതെ ഒരു സഖ്യമായി നിന്ന് മത്സരിച്ച് പിന്നീട് അദ്ദേഹത്തിന് വിജയം കൊയ്ത ശേഷം ആ അനുഭവ പരിചയം കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം. ഇദ്ദേഹം എപ്പോഴും ചൂണ്ടിക്കാട്ടുന്ന ഒരു നേതാവുണ്ടല്ലോ, എം ജി ആർ എങ്ങനെയാണ് DMK-യിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. അല്ലാതെ ഏകപക്ഷീയമായി അദ്ദേഹം ഒരു രാത്രി കൊണ്ട് വിജയെ പോലെ അങ്ങ് പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിന് ഇറങ്ങാനല്ല അദ്ദേഹത്തിന്റെ പരിപാടി. അവിടെയുള്ള പല നേതാക്കളെ നമുക്ക് പരിശോധിച്ചാൽ അറിയാം, അവർ കൃത്യമായി തന്നെ രാഷ്ട്രീയത്തിൽ MLA ആയി വിജയിച്ച ശേഷമാണ് അവർ പ്രധാന മുഖമായി അവിടെ മാറുന്നത്. പിന്നീട് നാം കണ്ടത് ഇപ്പോൾ വിജയകാന്തിനെ കുറിച്ചും പറയുന്നുണ്ട്. വിജയകാന്തും അത്തരത്തിലാണ്. വിജയകാന്തും അവിടെ പ്രതിപക്ഷ നേതാവായത് എങ്ങനെയാണ്? വിജയകാന്ത് അവിടെ പ്രതിപക്ഷ നേതാവാകുന്നത് അണ്ണാ DMK-യുമായി നിന്ന് മത്സരിച്ച ശേഷമാണ്. MGR DMK-യോടൊപ്പം നിന്ന ശേഷമാണ്, അദ്ദേഹം രാഷ്ട്രീയം പഠിച്ച ശേഷമാണ് വീണ്ടും മത്സരിക്കാൻ സ്വന്തം പാർട്ടിയുമായി ഇറങ്ങുന്നത്. അല്ലാതെ ഈ നാം പറയുന്നത് പോലെ തന്നെ അവിടെ തമിഴ്നാട്ടിലെ ജനങ്ങൾ പൂർണ്ണമായി തന്നെ ഈ തമിഴ് രാഷ്ട്രീയക്കാരെ, സിനിമാക്കാരെ അങ്ങ് പിടിച്ച് വലിയ നിലയിൽ എത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു അവസരമാണ്. ഇപ്പോൾ ഒരു പതനം സംഭവിച്ചു. ആ പതനത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമം അടിയന്തരമായി നടത്തിയില്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ സിനിമ ഉപേക്ഷിച്ചാണല്ലോ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അപ്പോൾ ഒരു തിരിച്ചു പോകും, രാഷ്ട്രീയം ഉപേക്ഷിച്ച് വീണ്ടും സിനിമയിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്കാണ് എന്തായാലും അദ്ദേഹത്തിന്റെ അവസ്ഥ. കാരണം ആ പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് TVKയുടെ ജനറൽ സെക്രട്ടറി N. ആനന്ദിനെ പ്രതി ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി അവിടുത്തെ തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ വലിയ തിരച്ചിലാണ് നടത്തുന്നത്. സേലം, അതോടൊപ്പം തന്നെ നാമക്കൽ, ഈറോഡ്, ചെന്നൈ അടക്കമുള്ള വിവിധ ജില്ലകളിൽ വലിയ തിരച്ചിൽ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടിയുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. വിജയ് മാത്രമാണ് അവർ ഒഴിവാക്കിയിരിക്കുന്നത്. അതും തന്ത്രമാണ്. വിജയ്ക്ക് വലിയ താരപരിവേഷം ഇതിലൂടെ ലഭിക്കും. കാരണം ഇത്തരം ചിത്രങ്ങളാണല്ലോ പുറത്തു വരുന്നത്. ചെരിപ്പറിയുന്ന ദൃശ്യങ്ങൾ. ആര് എന്തിന് ആർക്കു വേണ്ടി വിജയെ ചെരിപ്പറിഞ്ഞു, അത് കൃത്യമായി തന്നെ അറിയേണ്ടതില്ലേ? അതിന് അന്വേഷണം നടത്തണ്ടേ? ഇതിനെക്കുറിച്ച് എന്താണ് വിജയുടെ ചില പരാമർശങ്ങൾക്ക് പിന്നാലെ തന്നെ അവിടുത്തെ കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർ യോഗം വിളിക്കുന്നത് കണ്ടല്ലോ. അവരെന്തുകൊണ്ട് ഇതിനെല്ലാം മൗനം പാലിക്കുന്നു? മണിക്കൂറുകൾ ഇത്രയും കഴിഞ്ഞു. ആ ചെരിപ്പറിഞ്ഞ യുവാവിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അത് ഈ സർക്കാരിന്റെ പരാജയമായി അവർ പറയുമോ? അല്ലെങ്കിൽ അത് വിജയാണ് ഇതിന് പിന്നിലെന്ന് നിങ്ങൾ പറയുമോ? അങ്ങനെയാണെങ്കിൽ വിജയ് പിന്നിലാണെങ്കിൽ, വിജയ് പറഞ്ഞിട്ടാണ് ഈ ചെരിപ്പറിഞ്ഞതെങ്കിൽ നിങ്ങൾ അതും കണ്ടുപിടിച്ചു കൊണ്ടുവരും. എന്നാൽ നിങ്ങൾക്കല്ലേ മൈലേജ് ലഭിക്കുക, രാഷ്ട്രീയമായ വലിയ മൈലേജ് ലഭിക്കുമല്ലോ. വിജയ് തന്റെ റാലിയിൽ പണം നൽകി യുവാവിനെ കൊണ്ട് തനിക്കെതിരെ ചെരിപ്പെറിഞ്ഞു എന്ന് പറയുന്നതാണോ? അതോ വിജയ് പറയുന്നത് പോലെ തന്നെ DMK-യുടെ പ്രവർത്തകർ ഇതിലേക്ക് നുഴഞ്ഞു കയറി കല്ലെറിഞ്ഞു, ചെരിപ്പെറിഞ്ഞു, വൈദ്യുതി കട്ടാക്കി, ലാത്തി വീശി, അപ്പോൾ വിജയ് പറയുന്നതാണോ ശരി? നിലവിലെ ഈ DMK സർക്കാർ മൗനം പാലിക്കുമ്പോൾ വിജയ് പറയുന്നതാണ് ശരിയെന്ന രീതിയിലേക്ക് തമിഴ്നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ നിലവിൽ പോകുന്നത്. ആ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് DMK-ക്ക് വലിയ തിരിച്ചടിയാകില്ലേ? പിന്നീട് നിരന്തരം വിജയ് കുറ്റപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വിജയ് പുതിയ രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹത്തിന് പരിമിതികൾ കാണും. അപ്പോൾ ആ പരിമിതികൾ മുതലെടുക്കാനുള്ള അവസരത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? അതോ ഇനി അണ്ണാമലൈ വലിയ രീതിയിൽ തരംഗമായി മുന്നോട്ട് വന്നപ്പോൾ DMK എടുത്തൊരു നിലപാടുണ്ട്, അദ്ദേഹത്തെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അത് അവസാന ഘട്ടത്തിൽ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി തന്നെ സീറ്റുകൾ നേടാൻ DMK-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. DMK അവരോടൊപ്പം നിന്ന സഖ്യകക്ഷികൾക്കും വലിയ വിജയം കൊയ്യാൻ കഴിഞ്ഞു. അണ്ണാമലൈക്ക് വോട്ട് ഷെയർ മാത്രമാണ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്, വിജയം കൊയ്യാൻ കഴിഞ്ഞിട്ടില്ല. വിജയമാണല്ലോ ആത്യന്തികമായ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അവരുടെ ഭാവി നിർണ്ണയിക്കുന്നത്. അല്ലാതെ വോട്ട് ഷെയർ വർദ്ധിച്ചു എന്ന് പറയുമ്പോഴും വോട്ട് ഷെയർ കോൺഗ്രസിന് 50% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് കൃത്യമായ സീറ്റുകൾ വേണം. BJP-ക്ക് വോട്ട് ഷെയർ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സീറ്റുകൾ വേണം. ആ സീറ്റ് നേടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. എന്തായാലും ഇതിൽ കൃത്യമായ അന്വേഷണം നിലവിൽ അടിയന്തരമായി തന്നെ കൃത്യമായ അന്വേഷണം ആവശ്യമാണ്.